സ്നേഹത്തിന്റെയും ഒരുമയുടെയും സന്ദേശമുയർത്തി തിരുപ്പിറവിയുടെ ഓർമ്മകളുമായി ക്രിസ്മസ് ആഘോഷിച്ചു. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി സ്മരണ പുതുക്കി ദേവാലയങ്ങളിൽ പാതിരാ കുർബാന നടന്നു. തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി നാടെങ്ങും ക്രിസ്മസ് ആഘോഷിച്ചു. ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ കരുണയുടെയും ശാന്തിയുടെയും സന്ദേശമായി യേശു പിറന്നതിന്റെ ഓർമ്മ പുതുക്കലാണ് വിശ്വാസികൾക്ക് എന്നും ക്രിസ്മസ്. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം പ്രഖ്യാപിച്ച വലിയ ഇടയന്റെ ജനനം വാഴ്ത്തുന്ന മുഹൂർത്തം. അൾത്താരിയിലെ ഉണ്ണിയേശുവിന്റെ രൂപം പുൽക്കൂട്ടിലെത്തിച്ച് പുരോഹിതർ ശുശ്രൂഷകൾ നടത്തി. അലങ്കാര വിളക്കുകളും പുൽക്കൂടുകളും ക്രിസ്മസ് ഗീതങ്ങളും സാന്താക്ലോസുമൊക്കെ ഈ പുണ്യരാവിന് ഇരട്ടി മധുരം നൽകി. ക്രൈസ്തവ വിശ്വാസികൾ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും സന്ദേശവുമായി ഈ ക്രിസ്മസിനെ വരവേറ്റു. ദൈവപുത്രന്റെ തിരുപ്പിറവി ആഘോഷങ്ങളുടെ ഭാഗമായി ഇത്തവണയും ദേവാലയങ്ങളിൽ പ്രത്യേക പാതിരാ കുർബാനകളും തിരുപ്പിറവി ചടങ്ങുകളും നടന്നു. കാഞ്ഞങ്ങാട് പുതിയകോട്ട ക്യൂൻ ഓഫ് അപ്പോസ്തലസ് ചർച്ചിൽ പാതിരാ കുർബാന നടന്നു. കാഞ്ഞങ്ങാട് അപ്പോസ്തലസ് റാണി ചർച്ച് വികാരി ഫാദർ ജോസ് അവനൂർ ക്രിസ്മസ് സന്ദേശം നൽകി. ദൈവം സ്നേഹമാകുന്നു. സ്നേഹത്തിൽ ജീവിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും ജീവിക്കുന്നു എന്നുള്ള സത്യം ഒരിക്കൽ കൂടി നമ്മളെ ഓർമ്മിപ്പിക്കുന്ന സുദിനമാണല്ലോ ക്രിസ്തുമസ്. മനുഷ്യരെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിച്ച് നഷ്ടപ്പെട്ടു പോയ സ്വർഗരാജ്യം തിരികെ നൽകുന്നതിന് വേണ്ടിയിട്ട് തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്നതിൻ്റെ പ്രത്യക്ഷമായ അടയാളമാണ് യേശുക്രിസ്തുവിൻ്റെ ഈ ജന്മദിനം. പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. അടിമയായിരിക്കുന്നവന് യഥാർത്ഥ സ്വാതന്ത്ര്യമില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ ആ ബന്ധനത്തിൽ നിന്ന് മോചനം നൽകുവാൻ വേണ്ടിയിട്ടാണ് സർവ്വലോകത്തിൻ്റെയും രക്ഷയ്ക്കായിട്ട് യേശു ക്രിസ്തു ജനിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ലോകമെങ്ങുമുള്ള എല്ലാവരും ക്രിസ്മസ് വളരെ ആഘോഷമായിട്ട് കൊണ്ടാടുന്നത്. നിരവധി വിശ്വാസികളാണ് 125 വർഷത്തോളം പഴക്കമുള്ള ആദ്യകാലത്തെ ചർച്ചുകളിൽ ഒന്നായ ക്യൂൻ ഓഫ് അപ്പോസ്തലസ് ചർച്ചിൽ പാതിരാ കുർബാന സ്വീകരിക്കാനായെത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.